ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഓണം എക്സാമിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. നമ്മുടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1 അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അറിയാം, പുതിയ സിലബസ് ആണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ സോഷ്യൽ സയൻസിൽ നിന്നും നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. സോ നമ്മളപ്പോൾ ആദ്യം നമുക്ക് ഹിസ്റ്ററി ഭാഗങ്ങൾ, അതായത് സോഷ്യൽ സയൻസ് 1 ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും അറിയാം, ഏതാണിത്? മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, അതായത് ശിലായുഗത്തിൽ നിന്നും മുന്നോട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിലെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കത് ഓർഡറിൽ തന്നെ ഒന്ന് നോക്കാം, ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ദ ആർക്കിയോളജിസ്റ്റ് ഡിവൈഡഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻടു സെവറൽ ഏജസ്, ഡിഫറെന്റ് ഏജസ് അല്ലെ. വാട്ട് ആർ ദേ? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് മാനവ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അത് ഏതെല്ലാമാണ്? 2 ഭാഗങ്ങളായിട്ടാണുള്ളത്, സ്റ്റോൺ ഏജും മെറ്റൽ ഏജും. സ്റ്റോൺ ഏജിനെ നമ്മൾ 4ആയി തരംതിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതേതെല്ലാമാണ്? പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, പിന്നെ ഒരു ഏജ് കൂടിയുണ്ട്, ചാൽക്കോലിത്തിക് ഏജ്, അതായത് താമ്രശിലായുഗം എന്ന് നമുക്ക് അതിനെ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ 3ആയിട്ടാണ് പറയുന്നത്. കാരണം നിയോലിത്തിക് ഏജിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചാൽക്കോലിത്തിക് ഏജിനെ കണക്കാക്കുന്നത്. അതായത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഈ നവീന ശിലായുഗത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് താമ്രശിലായുഗത്തെ കണക്കാക്കുന്നത്. ഇനി നമ്മൾ മെറ്റൽ ഏജിലേക്ക് വരികയാണെങ്കിൽ, അഥവാ ലോഹയുഗത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ 2ആയി കണക്കാക്കാം, ബ്രോൺസ് ഏജും അയേൺ ഏജും, അഥവാ വെങ്കലയുഗ സംസ്കാരവും ഇരുമ്പ് യുഗ സംസ്കാരം. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്, നിങ്ങളത് പ്രത്യേകം നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അടുത്തതായി നമ്മൾ നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് സ്റ്റോൺ ഏജ്? എന്താണ് ശിലായുഗം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ശിലായുഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഹ്യൂമൻസ്, അതിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഹ്യൂമൻസ് യൂസ്ഡ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, ബേസ്ഡ് ഓൺ ദ മെറ്റൽ യൂസ്ഡ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ്, അതേപോലെ തന്നെ സ്റ്റോൺ ഏജ് 3. അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണം, മെറ്റൽ എന്ന് പറയുന്നത് സ്റ്റോൺസ് ആയിരുന്നു, അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു. ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ 3 ഘട്ടങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ അതിനെ എത്രയായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്? അതിനെ തരം തിരിച്ചിരിക്കുന്നത് 3 എണ്ണം: പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് അതിനെ തരം തിരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത് നിയോലിത്തിക് ഏജിന്റെ ഒരു സബ് സ്റ്റേജ് ആണ്, അതൊരു ഉപവിഭാഗമായാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ മലയാളം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്: ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ശിലായുധങ്ങളും അതേപോലെയുള്ള കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുമായിരുന്നു പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഈ കാലഘട്ടത്തെ 3ആയി തരം തിരിച്ചിട്ടുണ്ട്: പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം, അതേപോലെ തന്നെ മധ്യശിലായുഗം എന്നിങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് അതിനെ തരം തിരിച്ചിരിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 3 മാർക്ക് മുതൽ മേലേക്ക് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്, എന്താണ് പാലിയോലിത്തിക് ഏജ്, അല്ലെങ്കിൽ എന്താണ് പ്രാചീന ശിലായുഗം? ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം എന്നാൽ എന്ത് എന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് ഇപ്രകാരമായിട്ട് എഴുതാം. എന്താണത്? ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് ഈസ് യൂസ്ഡ് ടു അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് അൺപോളിഷ്ഡ്, അതായത് പരുപരുത്ത കല്ലുകളായിരുന്നു ഇതിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത്, പാലിയോലിത്തിക് ഏജ് എന്ന വേർഡ് എങ്ങനെ വന്നു? അതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഒരു ഗ്രീക്ക് വേർഡ് അല്ല, 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. പാലിയോസ് അതേപോലെ തന്നെ ലിത്തോസ് എന്നീ 2 പദങ്ങളിൽ നിന്ന്. പാലിയോസ് എന്ന വാക്കിനർത്ഥം പഴയത്, ഓൾഡ് എന്നാണ്. ലിത്തോസ് എന്ന വാക്കിനർത്ഥം കല്ല്, ശിലകൾ എന്നാണ്. ഇതിനെ ലോപിപ്പിച്ച് പാലിയോലിത്തിക് എന്ന് പറയുന്നു. ഇതാണ് പ്രാചീന ശിലായുഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയാനായിട്ട് ഉള്ളത്. ഇതിന്റെ മലയാളം ചോദിക്കുകയാണെങ്കിൽ, 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ, പരുക്കൻ ശിലാ ഉപകരണങ്ങൾ കൊണ്ട് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപകരണങ്ങൾ ഉണ്ടാക്കി. പാലിയോസ് എന്നും ലിത്തോസ് എന്നുമുള്ള 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നും പാലിയോലിത്തിക് എന്ന ഒരു പദം രൂപം കൊണ്ടു. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്:
ടൈപ്സ് ഓഫ് സ്റ്റോൺസ്. വിവിധ തരം ശിലാ ഉപകരണങ്ങൾ ഏതെല്ലാമാണ് അല്ലെ? അക്കോർഡിംഗ് ടു ദ ആർക്കിയോളജിസ്റ്റ്, അതായത് ചരിത്രകാരന്മാർ പറയുന്നത് ഈ കാണുന്ന 3 രീതിയിലാണ് കല്ലുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, തരം തിരിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് യൂട്ടിലൈസേഷൻ, ഫാഷനേറ്റിംഗ്, സ്റ്റാൻഡേർഡൈസേഷൻ. ഉപയോഗിക്കുക, അതേപോലെ തന്നെ ഘടനാപരമായി മാറ്റങ്ങൾ വരുത്തുക, അതേപോലെ തന്നെ അടുക്കി പ്രത്യേക രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. അപ്പൊ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കല്ല് എങ്ങനെയാണോ കിട്ടുന്നത് അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം. മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്, അതിൽ മാറ്റങ്ങൾ വരുത്താതെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഫാഷനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസിന് അതിന്റെ ഷേപ്പിലെല്ലാം മാറ്റം വരുത്തിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഒരു കല്ല് കൊണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതേപോലെ ആ കല്ലിനെ മൊത്തത്തിൽ മേക്കപ്പ് ചെയ്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസ് ആയിട്ട് അതിനെ മാറ്റം വരുത്തുന്നതാണ്. നമ്മളിപ്പോൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പാലിയോലിത്തിക് ഏജിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്, അതായത് പ്രാചീന ശിലായുഗത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് യൂട്ടിലൈസേഷൻ ആയിരിക്കാം. അതേപോലെ തന്നെ മിസോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ ഫാഷനേറ്റിംഗ് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിയോലിത്തിക് ഏജിലേക്ക് വന്നപ്പോൾ സ്റ്റാൻഡേർഡൈസേഷനും സംഭവിച്ചിരിക്കാം. ഇതേപോലെ തന്നെ കല്ലുകളെ കുറിച്ചുള്ള മറ്റു പ്രത്യേകതകളും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിട്ടുണ്ടാവണം. ഇതൊരു 3 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കല്ലുകളെ കുറിച്ചുള്ള മറ്റൊരു പ്രത്യേകതയാണ് എന്താണ് കോർ അല്ലെങ്കിൽ ഫ്ലേക്ക്. രണ്ടും ചോദിക്കാൻ, വാട്ട് ഈസ് കോർ ഓർ ഫ്ലേക്ക്. മാതൃശിലകളും കൽച്ചീലുകളും എന്താണ് എന്നൊരു ചോദ്യം വരാം. അതായത് when a piece of stone is broken 2 or more pieces, the largest piece is called core. അതായത് ഒരു കല്ലെടുത്ത് നമ്മൾ ആ കല്ല് പൊട്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് തറയിൽ ഉടച്ച് തകർക്കുകയാണെങ്കിൽ അതിലെ ഒരു പ്രധാന മേജർ പോർഷനെ നമുക്ക് കോർ എന്ന് പറയാം, അഥവാ മാതൃശിലകൾ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അത് വെച്ചുണ്ടാക്കുന്ന ആ ഒരു കല്ലുകളെയാണ് നമ്മൾ കോർ ടൂൾസ് എന്ന് പറയുന്നത്. ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ ഒരു കല്ല് തകർക്കുമ്പോൾ അത് വിവിധ കഷ്ണങ്ങളായി മാറുകയാണെങ്കിൽ, കൽച്ചീളുകളാവുകയാണെങ്കിൽ ആ ചീളുകളെ നമ്മൾ പറയുന്നതാണ് ഫ്ലേക്സ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ടൂൾസിനെ നമ്മൾ ഫ്ലേക്ക് ടൂൾസ് അഥവാ ചീളുകൾ കൊണ്ടുള്ള കല്ലുപകരണങ്ങൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതും 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ഉള്ള ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ഏതൊരു ചാപ്റ്റർ നിങ്ങൾ പരിശോധിച്ചാലും അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മാച്ച് ദ ഫോളോയിങ്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ സയൻസിൽ മാച്ച് ദ ഫോളോയിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിലെ ചില ഗുഹാചിത്രങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണുന്നുണ്ടാവും. നിങ്ങൾ ആ ടെക്സ്റ്റിലെ ഗുഹാചിത്രങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ ഗുഹാചിത്രങ്ങൾ ഇപ്പോൾ ഷവറ്റിൽ നമ്മൾ കാണുന്നതാണ്. ഷവറ്റ് എന്ന് പറഞ്ഞ ഗുഹയിൽ നിങ്ങൾ കാണുന്നുണ്ട്. ബിസൻ ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്താണ്. അതേപോലെ തന്നെ കർവ്ഡ് ഫിഗർ ഓഫ് കുസാക്ക്, ഫ്രാൻസിലെ കുസാക്ക് കേവിൽസിൽ നിന്ന് നമുക്ക് കർവ്ഡ് ഫിഗർ, അതൊരു ആനിമലിന്റെയും ആസ് വെൽ ആസ് ഒരു വുമണിന്റെ ഒക്കെ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഇത് ഏത് രാജ്യത്താണ്, ഗുഹയുടെ പേരെന്താണ്, ഗുഹയിൽ കാണുന്ന ഈ കേവ് പെയിന്റിങ്സ് ഏതൊക്കെയാണ്, മാത്രമല്ല മറ്റ് എവിഡൻസ് ഉണ്ട്. ഇപ്പൊ ഐവറി സ്കൾപ്ചർ ഒക്കെ കിട്ടിയിട്ടുണ്ട് സറൈസ്ക്, റഷ്യയിലെ സറൈസ്ക് എന്ന് പറയുന്ന ഗുഹയിൽ നിന്നും. അതേപോലെ തന്നെ കർവിങ് ഓഫ് ബോൺസ്, അതായത് എല്ലുകളും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഒരുപാട് എവിഡൻസ് അവിടെ കാണുന്നുണ്ട്. അത്തരം എവിഡൻസ് നിങ്ങൾ നോക്കണം. അതോടൊപ്പം തന്നെ വലിയ മാർക്കിന്റെ ഒരു 5 മാർക്കിന് അടുപ്പിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫീച്ചേഴ്സ് ഓഫ് കേവ് പെയിന്റിങ്സ്, ഗുഹാചിത്രങ്ങളുടെ സവിശേഷതകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറയേണ്ടത് കേവ് പെയിന്റിങ്സ് എന്തെല്ലാം പ്രത്യേകതകളാണ് അതിനുള്ളത്. ഒരു 5 മാർക്കിന്റെ ചോദ്യമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്തെല്ലാം പ്രത്യേകതകൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, നമുക്ക് നോക്കാം. എന്തെല്ലാമാണ്? വേരിയസ് കളേഴ്സ് വെർ യൂസ്ഡ്, വിവിധ നിറങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ദിസ് കളേഴ്സ് വെർ മേഡ് ഓഫ് പ്ലാന്റ്സ് ഓഫ് മിക്സ് ഇൻ ദ റെഡ് സ്റ്റോൺ പൗഡർ. ഇത് ചെടികളിൽ നിന്നും അതേപോലെ തന്നെ ചെങ്കല്ലുകളിൽ നിന്നും എല്ലാമായിരുന്നു ഇത്തരം നിറങ്ങൾ മനുഷ്യർ കണ്ടെത്തിയത്. സച്ച് പിക്ചേഴ്സ് ഡ്രോൺ ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ കേവ്സ്. ഇത് കൂടുതലും ഗുഹയുടെ ഉൾഭിത്തികളിലായിരുന്നു പ്രധാനമായും ഇത് ചെയ്തിരുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. സ്റ്റോൺ കാവിങ്സ് വെർ മേഡ് യൂസിങ് ദ സ്റ്റോൺ നീഡിൽസ്. ഇത് കല്ലുകളിൽ കൊത്തുപണികൾ പോലെ കൊത്തി അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ്. ഇത് സീലിംഗിൽ പോലും ഗുഹാചിത്രങ്ങൾ മുകളിൽ പോലും ഗുഹയുടെ മുകൾ ഭാഗങ്ങളിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി അടുത്ത ചോദ്യം വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഓണം എക്സാമിന് വളരെ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ്? പ്രാചീന ശിലായുഗത്തിന്റെ പൊതുവായ
സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു 5 മാർക്കിനുള്ള ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് പാലിയോളിത്തിക് ഏജ് ടെക്സ്റ്റിൽ അത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒരു 5 കാര്യങ്ങൾ, 5 അതിലധികം കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്തെല്ലാമാണ് എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് റഫ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് പരുപരുത്ത കല്ലുകൾ. അവര് ഗുഹകളിലും ഓപ്പൺ സ്പേസിലും, കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസ്, അവർ ജീവിച്ചിരുന്നു, ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസ്. അതൊരു മറ്റൊരു പ്രത്യേകതയാണ്. ഹണ്ടിങ് ആയിരുന്നു അല്ലെങ്കിൽ ഗാദറിംഗ് ആയിരുന്നു, ഭക്ഷണം വേട്ടയാടുന്നതായിരുന്നു അല്ലെങ്കിൽ ഭക്ഷണം അന്വേഷിക്കുന്നതായിരുന്നു അവരുടെ ആ കാലഘട്ടത്തിലെ ലൈവ്ലിഹുഡ്, ജീവിത രീതി എന്ന് പറയുന്നത്. അവർ ബാൻഡുകളായിട്ടാണ് ജീവിച്ചിരുന്നത് എന്നത് മറ്റൊരു പ്രത്യേകത. അതേപോലെ തന്നെ ആണുങ്ങൾ, അതായത് പുരുഷന്മാർ ഹണ്ടിങ്ങിൽ എൻഗേജ്ഡ് ആയിരുന്നപ്പോൾ സ്ത്രീകൾ ഗ്യാദറിങ്ങിൽ, അന്വേഷണത്തിൽ, ഭക്ഷ്യ അന്വേഷണത്തിൽ വ്യാപൃതരായിരുന്നു, എൻഗേജ്ഡ് ആയിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണെങ്കിൽ, അവർ ഫുഡ് നോട്ട് സ്റ്റോർഡ്, ഭക്ഷണം ശേഖരിച്ചു വെക്കുന്ന, സമ്പാദിച്ചു വെക്കുന്ന ഒരു ശീലം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഇവർ ചെയ്തിരുന്നത് ഒരു നൊമാഡിക് ലൈഫ് ആയിരുന്നു, നാടോടി ജീവിതമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം പാലിയോലിത്തിക് ഒരു ജനറൽ ഫീച്ചേഴ്സ് ആണ്. ഇതിൽ നിന്നും ഒരു 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് കയറി വരാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ബാൻഡ്? എന്താണ് ബാൻഡ് എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പാലിയോലിത്തിക് പീപ്പിൾസിനെയാണ് നമ്മൾ ബാൻഡ് എന്ന് പറയുന്നത്. ഇവരുടെ ഗ്രൂപ്പിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇവരുടെ ബ്ലഡ് റിലേഷൻ ആണ് എന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ബാൻഡ് എന്താണ് അഥവാ സംഘങ്ങൾ എന്താണ് എന്നൊരു ചോദ്യം ഇവിടെ വന്നേക്കാം. ഒരിക്കലും സംഘങ്ങൾ എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല, ബാൻഡ് എന്ന് തന്നെ ആയിരിക്കുള്ളൂ പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് മിസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം എന്നാണ്. അപ്പൊ മധ്യശിലായുഗത്തെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം വാട്ട് ഈസ് മിസോലിത്തിക് ഏജ്? എന്താണ് മധ്യശിലായുഗം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. 2 മാർക്കിനുള്ള ഒരു ചോദ്യമായിരിക്കും. അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതാം. The Mesolithic age, the stage of transition from the Paleolithic to Neolithic. അതായത് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിൽ നിയോലിത്തിക് ഏജിലേക്ക് കടന്നു പോകുന്നതിനിടയിലുള്ള ഒരു കാലഘട്ടമാണ് മിസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇതും ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു വേർഡ് ഉണ്ടായിട്ടുള്ളത്. മിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യം, ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില, മധ്യശില യുഗം. ഇനി അടുത്തതായിട്ട് ഇതേ ചാപ്റ്റർ ഈ ഒരു ഭാഗത്ത് നിന്നും മിസോലിത്തിക് ഏജിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ പാലിയോലിത്തിക് ഏജിലെ ടൂൾസും മിസോലിത്തിക് ഏജിലെ ടൂൾസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നാണ്. നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മിസോലിത്തിക് ഏജിനെ നമ്മൾ പറയുന്നത് മൈക്രോലിത്തിക് ഏജ് എന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മശിലകളാണ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതേതെല്ലാമായിരുന്നു നോക്കിയേ. പാലിയോലിത്തിക് ഏജിൽ യൂസ്ഡ് റഫ് സ്റ്റോൺസ്, വലിയ കല്ലുകൾ, പരുപരുത്ത ബിഗ് സ്റ്റോൺസ് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ മിസോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്നത് സ്മോളർ ടൂൾസ് ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ സ്മോളർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മൈക്രോലിത്സ്, എന്താ പറയുക, വളരെ എന്താ പറയുക, സ്മോൾ ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ടൂൾസുകളായിരുന്നു അവർ കൂടുതലായിട്ടും അവിടെ ഉപയോഗിച്ചിരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മിസോലിത്തിക് ഏജ്? അതായത് മിസോലിത്തിക് ഏജിന്റെ സവിശേഷത എന്താണ്? ഇതോടൊപ്പം തന്നെ മിസോലിത്തിക് ഏജ് ഇൻ ഇന്ത്യ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഇന്ത്യയിൽ മിസോലിത്തിക് ഏജ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജിൽ അവസാന നാളുകളിൽ ലോകത്തിൽ മനുഷ്യർ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തിരുന്നത് അതൊക്കെ തന്നെയായിരുന്നു മിസോലിത്തിക് ഏജിൽ ഇന്ത്യയിൽ ചെയ്തിരുന്നത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിസോലിത്തിക് ഏജിന്റെ ഫീച്ചേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ എന്താണ് ചെയ്തിരുന്നത്? വളരെ ചെറിയ സ്മോൾ സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളൊരു ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഹണ്ടിങ്ങും ഗ്യാദറിങ്ങും ഉണ്ടായിരുന്ന അതേ കാലഘട്ടത്തിൽ ഫിഷിംഗ് ആരംഭിച്ചു, മീൻപിടുത്തം ആരംഭിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, പ്രത്യേകിച്ച് ഈ നായ്ക്കളെയൊക്കെ മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയത് മിസോലിത്തിക് ഏജിലാണ് എന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അമ്യൂസ്മെന്റ് ഉണ്ടായിരുന്നു, വിനോദങ്ങളിൽ മനുഷ്യൻ അല്ലെങ്കിൽ കാര്യമായ ഒരു വിനോദങ്ങളിലേക്ക് മനുഷ്യൻ ഏർപ്പെട്ട് തുടങ്ങിയ ഒരു കാലഘട്ടമാണിത്. മാത്രമല്ല ഡിവിഷൻ ഓൺ ലേബർ ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ, അതായത് ആണെന്നോ പെണ്ണെന്നോ കുട്ടികളെന്നോ തരം തിരിച്ച് അവർക്ക് ചെയ്യാവുന്ന ജോലികൾ വിഭാഗിച്ച് നൽകിയ ഒരു കാലഘട്ടമായിരുന്നു മിസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മിസോലിത്തിക് ഏജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ടുള്ള
മിസോലിത്തിക് ഏജിലെ സൈറ്റുകൾ നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ? അടുത്തതായി നമ്മൾ അതാണ് പറയുന്നത്. അതൊരു മാച്ച് ദ ഫോളോയിങ്ങിനോ അല്ലെങ്കിൽ ഒരു മാർക്കിന്റെ ചോദ്യമായിട്ട് വരാം. പ്രത്യേകിച്ച് സ്റ്റാർ കാർ. സ്റ്റാർ കാർ എന്താണ് എന്നുള്ളത് നന്നായിട്ടൊന്ന് വായിച്ചിരിക്കണം. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പ്രത്യേക ബോക്സിലായിട്ട് തന്നിട്ടുണ്ട്. സ്റ്റാർ കാർ ഒന്ന് നന്നായിട്ട് വായിക്കുന്നത് നന്നായിരിക്കും. കാരണം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ പോലും വന്നേക്കാം. അതേപോലെ തന്നെ ഫഹിയൻ കേവ്, അതേപോലെ തന്നെ സരേ നഹറായി, അത് ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ്. ഈ പ്രദേശങ്ങൾ ഒരു സൈറ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കാരണം വേണമെങ്കിൽ അത് ഒരു മാർക്കിനോ മാച്ച് ദ ഫോളോയിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതാണ് മിസോലിത്തിക് ഏജുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്തത് നമ്മൾ പറയുന്നത് നിയോലിത്തിക് ഏജ് ആണ്. മൂന്നാം ഘട്ടം, നമ്മുടെ സ്റ്റോൺ ഏജിന്റെ മൂന്നാം ഘട്ടമാണ് നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം എന്ന് പറയുന്നത്. നിയോലിത്തിക് ഏജിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്? ആദ്യം ഡയറക്റ്റ് ഒരു ചോദ്യം വരും, വാട്ട് ഈസ് നിയോലിത്തിക് ഏജ്? അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തത്. അപ്പൊ നിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ, ലിത്ത് എന്ന് പറഞ്ഞാൽ കല്ല്. അപ്പൊ നവീന ശിലായുഗം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരു റാഡിക്കൽ ചേഞ്ച്, ഒരു പരമോന്നതമായ ഒരു മാറ്റം സംഭവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക. അപ്പോൾ ഡയറക്റ്റ് ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, നിയോലിത്തിക് ഏജിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എന്താണ് നിയോലിത്തിക് ഏജിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ദ ബുക്ക് മാൻ മേക്ക് ഹിംസെൽഫ്, അതായത് ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിസ്റ്റ്, ഒരു നരവംശ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് സംഭവിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മറ്റൊന്ന് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. ഈ രണ്ട് മാറ്റങ്ങളാണ് നിയോലിത്തിക് ഏജിൽ സംഭവിച്ചത്. ഒന്ന് മൃഗപരിപാലനം ആരംഭിച്ചു, അതേപോലെ തന്നെ മനുഷ്യൻ കൃഷി ആരംഭിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ ഗോൾഡൻ ചൈൽഡ് പറയുന്നത് നിയോലിത്തിക് റെവല്യൂഷൻ എന്നാണ്, നവീന ശിലായുഗ വിപ്ലവം എന്നാണ് ഈ ഒരു കാലഘട്ടത്തെ ഗോൾഡൻ ചൈൽഡ് പറയുന്നത്. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഇത് പ്രത്യേകിച്ച് നോക്കണം. ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ ചേഞ്ച്, അല്ലെ അവിടെ തന്നെ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഇൻ ദ നിയോലിത്തിക് ഏജ് ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ലൈഫ്, വാട്ട് ആർ ദേ? അതായത് എന്ത് മാറ്റമാണ് നവീന ശിലായുഗത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായത്? ആ രണ്ട് മാറ്റങ്ങൾ, ഒന്ന് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മറ്റൊന്ന് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. മൃഗങ്ങളെ ഇണക്കി വളർത്തലും കൃഷിയുടെ ആരംഭവുമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ആ രണ്ട് മാറ്റങ്ങൾ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഫെർട്ടൈൽ ക്രസന്റ്. മനുഷ്യൻ കൃഷി ആരംഭിച്ചിരുന്നല്ലോ. അപ്പൊ മനുഷ്യൻ ആദ്യമായിട്ട് വൈഡ്ലി ഒരു വ്യാപകമായ ഒരു കൃഷി ആരംഭിച്ചത് എവിടെയാണ് എന്ന് പറയുന്നത്? അത് ഭൂമിയുടെ, അതിന് നമ്മുടെ ഗ്ലോബ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട്, നിങ്ങളിപ്പോൾ ഈ ഗ്ലോബിൽ കാണുന്ന ഈ ഒരു പച്ച കളറിൽ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് മനുഷ്യൻ ആ ഒരു കൃഷി ആരംഭിച്ചിരുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ഭാഗത്തെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിനൊരു ക്രസന്റ് ഷേപ്പാണ്, അഥവാ ഒരു ചന്ദ്രക്കലയുടെ രൂപമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഫലഭൂഷ്ഠമായ ചന്ദ്രക്കല അല്ലെങ്കിൽ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒരു ചോദ്യം ഓണം എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്താണ് ഫെർട്ടൈൽ ക്രസന്റ് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. Based on available evidence, archaeologists say that agriculture began to the Middle East area. This region is known as Fertile Crescent. അതായത് ചരിത്രകാരന്മാർ പറയുന്നു മിഡിൽ ഈസ്റ്റ്, മധ്യ ഏഷ്യയിലായിട്ടാണ് മനുഷ്യൻ ആദ്യമായി കൃഷി ആരംഭിച്ചിരുന്നത്. അതായത് ഇന്നത്തെ ഈജിപ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഖാസ, ഇസ്രായേല്, പാലസ്തീൻ, ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്താണ് മനുഷ്യൻ വ്യാപകമായി കൃഷി ചെയ്തിരുന്നതിന് കാരണം അതിലൂടെ ഒഴുകിയിരുന്ന 3 പ്രധാനപ്പെട്ട നദികളാണ് ടൈഗ്രീസ്, യൂഫ്രട്ടീസ്, നൈൽ. ഈ 3 നദികളുടെ പ്രസൻസ് ഈ പ്രദേശത്തെ മണ്ണിനെ വളരെയധികം ഫലഭൂഷ്ടമാക്കിയിട്ടുണ്ട്. അവിടെ ആയിരിക്കാം പിന്നെ മനുഷ്യൻ വരുന്നത്, അതായത് സാപ്പിയൻസ് അഥവാ ഇന്നത്തെ ബുദ്ധിയുള്ള മനുഷ്യൻ വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണെന്നാണല്ലോ ചരിത്രം പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗത്ത് മനുഷ്യൻ കൃഷി ചെയ്യാനുള്ള ആ ഒരു പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് നോട്ട് ചെയ്തിരിക്കണം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ലെഡ് ദാറ്റ്
the human begin in agriculture. മനുഷ്യൻ എന്തുകൊണ്ട്, മനുഷ്യൻ കൃഷി ചെയ്യാനിടയാക്കിയ സാഹചര്യം എന്താണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വന്നേക്കാം. അത് എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അധികം കാര്യങ്ങളില്ല എങ്കിലും അത് വേണമെങ്കിൽ വരാം. ഒന്ന്, ജനപ്പെരുപ്പമാണ്, പോപ്പുലേഷനിൽ ഉണ്ടായ ഗ്രോത്ത് ആണ്. മറ്റൊന്ന്, ജനവാസങ്ങളുടെ എണ്ണത്തിൽ വന്ന വർധനമാണ്, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണ്. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് സങ്കീർണമായ ഒരു സാമൂഹിക ഘടന ആ കാലഘട്ടത്തിൽ രൂപാന്തരപ്പെട്ടിരിക്കാം, അതായിരിക്കാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷോർട്ടേജ് ഓഫ് ഫുഡ്, ഭക്ഷണം ലഭിക്കുന്നതിൽ ഉണ്ടായ കുറവ്. ഇതെല്ലാം മനുഷ്യനെ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കാം. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് നിയോലിത്തിക് ഏജിൽ പറയാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് സ്റ്റോൺ ഏജിൽ നമുക്ക് പറയേണ്ടത്. പക്ഷേ സ്റ്റോൺ ഏജിൽ നമുക്ക് പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ പറയണം. അതെന്തായാലും എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നിയോലിത്തിക് റെവല്യൂഷൻ അഥവാ നവീന ശിലായുഗ വിപ്ലവം എന്നുള്ള ഭാഗം നിങ്ങൾ ശരിക്കും നോക്കിയിട്ടുണ്ടാവണം. കാരണം ഗോർഡൻ ചൈൽഡാണ് ഇങ്ങനൊരു വാക്ക് നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഇവിടെ കൊണ്ടുവന്നെങ്കിലും അത് വളരെ റെലവെന്റ് ആയ ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ട് ഈ ഒരു മാറ്റത്തിലേക്ക് മനുഷ്യൻ വന്നു? വളരെ സിമ്പിൾ ആണ്. അതിന്റെ ആൻസർ നിങ്ങൾ ഇപ്രകാരം മനസ്സിലാക്കാം. അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എൻഷുർ ദ സ്റ്റഡി ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്. അതായത് മനുഷ്യൻ കൃഷി ആരംഭിച്ചതും മൃഗങ്ങളെ ഇണക്കി വളർത്തിയതും മനുഷ്യന് ഭക്ഷണം കൃത്യമായി കിട്ടും എന്ന കാര്യം ഉറപ്പായി. ദ സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ് ബിക്കം പോസിബിൾ. അങ്ങനെ വന്നപ്പോൾ ഭക്ഷണങ്ങൾ മനുഷ്യന് ശേഖരിച്ചു വെക്കാൻ പറ്റി. അങ്ങനെ വന്നപ്പോൾ എ സെക്ഷൻ ഓഫ് സൊസൈറ്റി ബിക്കം ഫ്രീ ഫ്രം അഗ്രേറിയൻ ആക്ടിവിറ്റീസ്. അതായത് എല്ലാവരും കൃഷി ചെയ്യേണ്ട കാര്യമില്ലാതെയായി. അങ്ങനെ വന്നപ്പോൾ അവർ മറ്റു പല ജോലികളും ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ മനുഷ്യൻ ഒരു സിവിലിയനായി മാറി. അതായത് മനുഷ്യന് പല പല ജോലികളിലേക്ക് മനുഷ്യൻ ഏർപ്പെടുകയും മനുഷ്യൻ ഒരു സിവിലിയനായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിയോലിത്തിക് റെവല്യൂഷൻ, നവീന ശിലായുഗ വിപ്ലവം എന്ന് പറയുന്നു. ഇത് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റുകളും അതൊന്നും നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ജെറിക്കോ എവിടെയാണ്, അതേപോലെ ജാർമോ, അലിഘോഷ്, മെഹർഗഡ് ഇതെല്ലാം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അടുത്തതായിട്ട് പറയുന്നത് പ്രധാനമായിട്ടും മെറ്റലേജ് ആണ്. മെറ്റലേജിലേക്ക് വരുമ്പോഴാണ് അവിടെ ചാൽക്കോലിത്തിക് ഏജ്, അത് മനുഷ്യൻ കോപ്പർ കണ്ടെത്തിയ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു. ശരിക്കും അതൊരു നിയോലിത്തിക് ഏജിന്റെ ഒരു സബ് പീരീഡ് ആണ്. കാരണം ആ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്റ്റോൺസും ഉപയോഗിക്കുമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്ക് മെറ്റൽ ഏജിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. മെറ്റൽ ഏജ് ബിഗാൻ when the humans started using the metal instead of stone. മനുഷ്യൻ കല്ലിനു പകരം ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് മെറ്റൽ ഏജ്. ദിസ് ഏജ് ക്ലിയർലി റിഫ്ലക്ട് ദ ഹ്യൂമൻ പ്രോഗ്രസ് ഇൻ ടെക്നോളജി. ഇത് കൃത്യമായി മനസ്സിലാക്കി തരുന്ന എന്താണ്, മനുഷ്യൻ സാങ്കേതിക വിദ്യയിലേക്ക് ഉയർന്നു വരുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കോപ്പർ. മനുഷ്യൻ ചെമ്പാണ് ആദ്യമായി കണ്ടെത്തിയത് എന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം. അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ് എന്താണ് എന്ന് വേണമെങ്കിലും ഒരു ചോദ്യം വന്നേക്കാം. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ഒരു ലോഹമാണ് കോപ്പർ. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദി ഹ്യൂമൻ ലേൺഡ് ദ ടെക്നിക്സ് ഓഫ് ടേണിംഗ് റോ കോപ്പർ ഇൻ ടു ദ വെപ്പൺസ് ആൻഡ് ടൂൾസ്. അതായത് അസംസ്കൃത ചെമ്പിനെ പല ആയുധങ്ങളായിട്ടും പല ഉപകരണങ്ങളാക്കി മാറ്റാൻ മനുഷ്യന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ കോപ്പറിന്റെ പ്രത്യേകതകൾ എക്സാമിന് ചോദിച്ചേക്കാം. മറ്റ് ഇതിനെ അപേക്ഷിച്ച്, കല്ലിനെയൊക്കെ അപേക്ഷിച്ച് കോപ്പറിനുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തെല്ലാമാണ് അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പർ ടൂൾസ് ഓവർ ദ സ്റ്റോൺ ടൂൾസ്. അതായത് കല്ലിനെ അപേക്ഷിച്ച് കോപ്പറിനുള്ള ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങളുണ്ട്. ക്യാൻ ബി ചേഞ്ച് ഇൻ സ്യൂട്ടബിൾ ഷേപ്പ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റാനായിട്ട് പറ്റും. ഡ്യൂറബിലിറ്റി, അത് കുറെ കാലം പൊടിയാതെയും പ്രശ്നമില്ലാതെയൊക്കെ നിൽക്കുന്ന ഒരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഷാർപ്പ് ആക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ മൂർച്ചയേറിയ ആയുധങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു പ്രത്യേകത അതിന് ഉണ്ട്. അതേപോലെ തന്നെ ലെസ് ഡിപ്രീസിയേഷൻ, കുറഞ്ഞ തേയ്മാനമാണ് അതിന് സംഭവിക്കുന്നത്. മോർ ഫ്ലെക്സിബിൾ ആണ്, അത് ആവശ്യത്തിന് നമുക്ക് വളയ്ക്കാനും അത് നേരെയാക്കാനൊക്കെ പറ്റും എന്നൊരു ഗുണം അതിനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു 4-5 മാർക്കിന് നിങ്ങൾക്ക്
പ്രതീക്ഷിക്കാവുന്ന, ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ വെരി നെക്സ്റ്റ്, എന്താണ് ചാൽക്കോലിത്തിക് ഏജ്, താമ്രശിലായുഗം. അറിയാലോ, ഈ കാലഘട്ടത്തിലാണ് മനുഷ്യൻ കോപ്പർ ടൂൾസും അതേപോലെ തന്നെ സ്റ്റോൺ ടൂൾസും ഒരേപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു മാർക്കിനുള്ള ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് മെറ്റൽ ഏജിന്റെ അടുത്തൊരു സംഭവമാണ് ബ്രോൺസ് ഏജ് അഥവാ വെങ്കല യുഗം എന്ന് പറയുന്നതാണ് ഈ ഒരു കാലഘട്ടം. അപ്പൊ വെങ്കല യുഗത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തെല്ലാമായിരുന്നു വെങ്കല യുഗത്തിന്റെ പ്രത്യേകത? വെങ്കല യുഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ എന്താണ് വെങ്കല യുഗം എന്ന് നമുക്ക് ഡയറക്റ്റ് ഒന്ന് പറയാം. ദ ബ്രോൺസ് ഏജ് ഈസ് ദ ടൈം പീരീഡ് വെൻ ദ പീപ്പിൾ മേഡ് ടൂൾസ് ഫ്രം അലോ, എ മിക്സ്ചർ ഓഫ് മെറ്റൽ കോൾഡ് ബ്രോൺസ്. അതായത് മനുഷ്യൻ പല പല ലോഹങ്ങളുടെ ഒരു സങ്കരമായിട്ട് ഒരു മനുഷ്യൻ രൂപാന്തരപ്പെടുത്തിയെടുത്തതാണ് ബ്രോൺസ് അഥവാ വെങ്കലം എന്ന് പറയുന്നത്. ഇത് സ്റ്റോൺ ഏജിന് ശേഷമാണ് ആരംഭിച്ചത്. ഇനി ബ്രോൺസ് ഏജിന്റെ മറ്റു പ്രത്യേകതകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്രോൺസ് ഏജ് ആരംഭിച്ചത് അറിയാലോ, മനുഷ്യൻ റിവർ വാലീസിൽ സെറ്റിൽഡ് ആയപ്പോഴാണ്. അപ്പൊ റിവർ വാലീസിൽ പ്രധാനപ്പെട്ട ലോകത്തിലെ പ്രധാനപ്പെട്ട റിവർ വാലി സിവിലൈസേഷൻ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? അത് നമ്മുടെ പ്രധാനപ്പെട്ട ഈജിപ്ഷ്യൻ, അതേപോലെ തന്നെ മെസോപ്പൊട്ടോമിയൻ, ചൈനീസ്, പിന്നെ നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടുണ്ടായിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിൽ തന്നെ എടുത്തു പറയുന്നതാണ് ഹാരപ്പ. ഹാരപ്പൻ സിവിലൈസേഷനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ നഗരവൽക്കരണം, ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണ്, ഹാരപ്പയ്ക്ക് അത്തരത്തിലുള്ള ചില സവിശേഷതകൾ നമുക്ക് എടുത്തു പറയാനായിട്ടുണ്ട്. അതൊരു 5 മാർക്കിന്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഈസ് കോൾഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. വൈ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻ ഇന്ത്യ ബിലോങ്സ് ടു ദ ബ്രോൺസ് ഏജ്. ഇത് ഹാരപ്പൻ സംസ്കാരം ആരംഭിക്കുന്നത് ഇന്ത്യയിൽ വെങ്കല യുഗത്തോട് കൂടിയിട്ടാണ്. ഹാരപ്പയിലെ നഗരങ്ങളായിട്ടുള്ള ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ ഇതെല്ലാം പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. അതേപോലെ തന്നെ അവിടുത്തെ പബ്ലിക് ബിൽഡിങ്ങുകളായിക്കോട്ടെ, അവിടെ നിന്ന് കണ്ടെത്തിയ ഗ്രേറ്റ് ബാത്ത്, വലിയ സ്നാനഘട്ടമായിക്കോട്ടെ, അവിടുത്തെ ഹൗസുകളായിക്കോട്ടെ, അവിടുത്തെ സ്ട്രീറ്റുകളായിക്കോട്ടെ, ഇതെല്ലാം മനുഷ്യൻ ഒരു വെൽ സെറ്റിൽഡ് സിവിലൈസ്ഡ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നതിനൊരു തെളിവാണ്. സോ ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് കോൾഡ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ നഗരവൽക്കരണമായിരുന്നു ഹാരപ്പ. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ബ്രോൺസ് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കടക്കുന്നത് മെറ്റൽ ഏജിലേക്കാണ്. ഇന്ത്യയിൽ മെറ്റൽ ഏജ് ആരംഭിച്ച കാലഘട്ടത്തെ നമുക്ക് വേണമെങ്കിൽ വേദകാലഘട്ടം എന്ന് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് വേദിക് ഏജ്, വേദ കാലഘട്ടം. വേദകാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നൊമാഡിക് പീപ്പിൾസ് ആയിരുന്നു. അതായത് ആട്ടിടയന്മാരായിരുന്ന നാടോടികളായിട്ടുള്ള ആര്യന്മാർ യൂറോ ഏഷ്യൻ, നമ്മുടെ പശ്ചിമ ഏഷ്യൻ, യൂറോപ്പ് വിഭാഗങ്ങൾ അവിടുത്തെ ഉണ്ടായിരുന്ന പുൽമേടുകളിൽ നിന്നും അവര് ഈ ഇന്ത്യയിലോട്ട്, പ്രത്യേകിച്ച് സപ്ത സിന്ധു റീജിയനിലോട്ട് വരികയും അവിടെ മുതൽ അവർ വേദകാലഘട്ടം ആരംഭിച്ചു എന്ന ചരിത്രം നിങ്ങൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അവർ സംസാരിച്ചിരുന്ന ലാംഗ്വേജ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ പ്രത്യേകതകൾ എന്തായാലും എക്സാമിന് ചോദിക്കും. ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ദ ആര്യൻസ് എൻറ്റഡ് ടു ദ സപ്ത സിന്ധു റീജിയൻ. അപ്പോ ആരായിരുന്നു ആര്യന്മാർ? ഹു വേർ ആര്യൻസ് എന്നൊരു ചോദ്യം നമുക്കവിടെ പ്രതീക്ഷിക്കാം. അവർ സംസാരിച്ച ലാംഗ്വേജ് അതേതായിരുന്നു? അത് അവർ സംസാരിച്ച ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിൽ വരുന്ന ലാംഗ്വേജ്, പ്രത്യേകിച്ച് ഗ്രീക്ക്, സാൻസ്ക്രിറ്റ്, അതുപോലെ തന്നെ ലാറ്റിൻ, ഇതെല്ലാം ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൽ പെടുന്ന ഭാഷകളായിരുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതേപോലെ തന്നെ അവര് സെൻട്രൽ ഏഷ്യയിലെ നേറ്റീവ്സ് ആയിരുന്നു. അത് സെൻട്രൽ ഏഷ്യക്ക് അടുത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആര്യന്മാരെ കുറിച്ചൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാരുടെ ചരിത്രം പറയുമ്പോൾ അത് വേദിക് പീരീഡ് എന്ന് പറയുന്നു. വേദകാലഘട്ടത്തെ 2ആയി ഡിവൈഡ് ചെയ്യാം. ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും. ഏർലി വേദിക് പീരീഡ് എന്ന് വെച്ചാൽ ആര്യന്മാർ ഇന്ത്യയിൽ വന്ന് സപ്ത സിന്ധു റീജിയണിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലാണ് സംസ്കൃതത്തിലെ തന്നെ ആദ്യത്തെ സൃഷ്ടിയായ ഋഗ്വേദം രചിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഋഗ്വേദിക് പീരീഡ് എന്നും പറയാറുണ്ട്. വളരെ നല്ലൊരു ജീവിതമായിരുന്നു ഈ കാലഘട്ടത്തിൽ അവർ നയിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങൾ പറയും. അതിനുശേഷം അവർ ഗംഗാ ബേസിനിലേക്ക് വരികയും അവരുടെ ജീവിതത്തിൽ കുറച്ച് കോംപ്ലക്സീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് ലേറ്റർ വേദിക് പീരീഡ്. ഈ കാലഘട്ടത്തിൽ മറ്റു വേദങ്ങളായ യജുർവേദം, സാമവേദം,
അഥർവവേദം എന്നീ വേദങ്ങൾ അവർ രചിക്കുകയും സാമൂഹ്യ വ്യവസ്ഥ കുറച്ചധികം കോംപ്ലക്സ് ശിഥിലമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും 5 മാർക്കിന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്? അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള സാധ്യതയുണ്ട്. എന്താണ് നമുക്കൊന്ന് നോക്കാം. ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. അതായത് ഏർലി വേദിക് പീരീഡിൽ അവർ സപ്ത സിന്ധു റീജിയനിലാണ് ജീവിച്ചിരുന്നത്. പാസ്ട്രൽ എക്കോണമി, അതായത് ആട്ടിടയ ജീവിതമാണ് അവർക്കുണ്ടായിരുന്നത്. സെമി നോമാഡുകളായിരുന്നു, അതായത് നാടോടികൾ തന്നെ, പക്ഷെ കുറച്ചു നാൾ എവിടെയെങ്കിലും താമസിക്കും, പിന്നെ അവർ അവിടെ നിന്ന് പോകും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അതേപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഒരു ഹയർ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. സാമൂഹ്യ ജീവിതം, ഉയർന്നൊരു സാമൂഹ്യ ജീവിതം അവിടെ നയിച്ചിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ, വുമൺസ്. അതേപോലെ തന്നെ അവര് ഈ പറയുന്ന ഫോറസ്റ്റ് എല്ലാം കത്തിച്ചുകൊണ്ടുള്ള ഒരു കൃഷി, അല്ലെ, ബേൺഡ് ദ ഫോറസ്റ്റ് ആൻഡ് സ്റ്റാർട്ടഡ് കൾട്ടിവേഷൻ. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒരുപാട് ട്രൈബുകൾ ഇവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായിരുന്നു. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ യാഗങ്ങളും സാക്രിഫൈസിങ് എല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു. ഒരു റിച്വൽസ്, ആചാരങ്ങൾ വളരെ സിമ്പിൾ ആയിരുന്നു. അതേപോലെ തന്നെ നാച്ചുറൽ ഫോഴ്സിനെയാണ് അവർ വർഷിപ്പ് ചെയ്തത്. അതായത് പ്രകൃതി ശക്തികളായുള്ള അഗ്നി, അങ്ങനെ ഇന്ദ്രൻ, അവരെയൊക്കെയാണ് ഇവർ ആരാധിച്ചിരുന്നത്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലക്സീവ് ആവുന്ന ഒരു സിറ്റുവേഷൻ കാണാം. ഗംഗാ ബേസിനിലാണ് അവർ ജീവിച്ചിരുന്നത്. അതേപോലെ തന്നെ അവര് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. സെറ്റിൽഡ് ലൈഫിന്റെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞു. അതേപോലെ തന്നെ സ്ത്രീകളുടെ, വുമൺസിന്റെ സ്റ്റാറ്റസ് താഴേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇരുമ്പ് വ്യാപകമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ട്. വർണ്ണ സിസ്റ്റം, അതായത് ചതുർവർണ്ണയങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. യാഗങ്ങളും സാക്രിഫൈസിങ്ങും കുറച്ചും കൂടെ കോംപ്ലക്സീവ് ആയി എന്നത് മറ്റൊരു പ്രത്യേകതയാണെങ്കിൽ അവിടെ പുതിയ വിശ്വാസങ്ങൾ, ന്യൂ ഡെയിറ്റീസ്, ശിവൻ, വിഷ്ണു പോലെയുള്ള ഹിന്ദുയിസ്റ്റിക് ആയിട്ടുള്ള കുറച്ചും കൂടെ ന്യൂ ഡെയിറ്റീസിനെയൊക്കെ അവർ ആരാധിക്കാൻ തുടങ്ങി എന്നുള്ളതും. അതേപോലെ തന്നെ ഒരുപാട് ക്രാഫ്റ്റ്, വേരിയസ് ക്രാഫ്റ്റ്, പലതരത്തിലുള്ള മനുഷ്യന്മാര്, പലതരത്തിലുള്ള ജോലിക്കാരെല്ലാം ക്രിയേറ്റ് ചെയ്തു എന്നെല്ലാം ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. സോ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിനുള്ള ചോദ്യങ്ങളും മാച്ച് ദ ഫോളോയിങ്ങിലും, അതേപോലെ തന്നെ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഷോർട്ട് ക്വസ്റ്റ്യൻസും ധാരാളം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണിത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും.